എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ റിയലി ഹൊറിസോൺ എന്ന് പറഞ്ഞൊരു ഗെയിമുമായിട്ടാണ്. ഇത് കിഡിലൻ ഗെയിമാണ്. ഫോർസ ഹൊറൈസൺ 5 പോലെ കിഡിലോണ്. അത്രയൊന്നും വരില്ലെങ്കിൽ അതിൻ്റെ അത്രയൊന്നും വരില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല. മൊബൈലിൽ കളിക്കാൻ പറ്റിയ നല്ലൊരു ഗെയിമാണ്. എന്താ ഡയറക്ട് സ്ട്രൈറ്റിൻ്റെ അത്രയും ഇല്ലെങ്കിലും കിഡിലൻ ഗെയിം തന്നെ ഇത്. ഗൈസ്, ഞാനിത് കയറ്റിയത് ഇന്നലെയാണ്. നമ്മൾ പുതിയൊരു വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സുപ്ര. ഇഷ്ടംപോലെ വണ്ടി എനിക്കുണ്ട്. ഒന്ന് ഇതാണ് ഒന്ന് ഇതാ നമ്മുടെ ഈ ഒരു വണ്ടിയാണ് നമ്മൾ ഫസ്റ്റ് എടുത്ത വണ്ടി. ഇത് സെക്കൻഡ് എടുത്തതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതാണ് ലാസ്റ്റത്തെ വണ്ടി. തേർഡ് എടുത്തതെന്ന് പറഞ്ഞാൽ ഇതാണ്. ഫോർത്ത് എടുത്താണ് നമ്മുടെ സുപ്ര. അപ്പോൾ ഗൈസ്, നമുക്ക് സുപ്ര നമ്മൾ 2 റേസൊക്കെ ജയിച്ചിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് സുപ്ര മാറ്റിയിട്ട് നമ്മൾ ഓടിച്ചിട്ടില്ലാത്തൊരു വണ്ടി എടുക്കാം ഗൈസ്. ഇതാണ് നമ്മൾ ഓടിച്ചിട്ടില്ലാത്തൊരു വണ്ടി എന്ന് പറഞ്ഞാൽ. നമുക്ക് നൈസായിട്ടൊന്നും ഒരു സ്ഥലത്ത് പോയി ഗൈസ്. നമ്മളിത് നമ്മുടെ മാച്ചിന് കയറിയിട്ടുണ്ട്. ഈ 10ാമത്തെ ലെവലെത്തണം. ഇതൊരു ഡ്രിഫ്റ്റിൻ്റെ മത്സരമാണ്. ഈ വണ്ടി കണ്ട എന്താണ് അവസ്ഥയെന്ന് നമുക്കൊരു പിടിയില്ല. നമ്മളതാ വണ്ടി കൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ വണ്ടി മഴയത്ത് ഇട്ട് തുടയ്ക്കണം. ബാഡ് ഡ്രൈവോ. എൻ്റെ മോനെ ഇതെന്തോ മഴയത്ത് കൺട്രോൾ കിട്ടുന്നില്ലല്ലോ. ചെക്ക് പോയിന്റ് എടുത്തില്ല. അവിടുത്തെ ചെക്ക് പോയിന്റ് അങ്ങനെ കിട്ടി. ഇപ്പം നമ്മൾ ചെക്ക് പോയിന്റ് ഒക്കെ മറന്ന് വിചാരിച്ച് ചെയ്തപ്പോൾ ചെക്ക് പോയിന്റ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കിട്ടി. അയ്യോ 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 അയ്യോ, മഴയത്ത് തുടങ്ങിയാൽ നല്ല കഷ്ടപ്പാടാണ്. എൻ്റെ മോനെ രണ്ടാ കഷ്ടപ്പെട്ടി വണ്ടി എങ്ങനെ എടുത്തോണ്ട് പോകണമുണ്ട്. മഴയാണ്. മഴയിലാണ് നമ്മളിപ്പോൾ എടുക്കാനായിട്ട് വളച്ചുകൊണ്ട് പോയി. നമ്മളതാ നൈസായിട്ട് ഈ വണ്ടി കൊണ്ട് വളച്ച് കയറ്റണുണ്ട്. ഡ്രിഫ്റ്റ് അടിച്ചാണ് ഞാൻ പോണത്. ഇവിടെ ചെക്ക് പോയിൻ്റ് അവിടെ ബാക്കിലായിരുന്നു. നമ്മൾ നൈസായിട്ട് നമ്മുടെ ചെക്ക് പോയിന്റുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് വിജയകരമായിട്ട്. നൈസായിട്ട് വണ്ടി നമ്മൾ എടുത്തുകൊണ്ട് പോകണമെന്നുണ്ട് ഗൈസ്. അതിന് മുമ്പ് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഗൈസ്. കഷ്ടമുണ്ട് ഗൈസ്. ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് പോകും ഗൈസ്. നമുക്ക് ജീവിച്ചു പോകണ്ടേ ഗൈസ്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല ഗൈസ്. നിങ്ങൾക്ക് ഈ പാവപ്പെട്ട എനിക്ക് വേണ്ടി നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തൂടെ ഗൈസ്. യെസ്, നമ്മൾ ജയിച്ചിരിക്കുന്നു. വിജയകരമായി ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു നമ്മുടെ റേസ്. തേർഡായിപ്പോയി. യെസ്, ഈ റേസ് എനിക്കത്ര പിടിയില്ല. സ്ക്രാച്ച് കാർഡ് ഗൂഗിൾ പേയിലാണ് നമ്മൾ മൊത്തം അടിച്ചല്ല പഠിപ്പിച്ച്. നമ്മൾ അങ്ങനെ 5 ആടുകൾക്ക് ശേഷം നമ്മൾ നല്ല വിജയകരമായി വന്നിട്ടുണ്ട്. ചുമ്മാ 5 ആടൊന്നും വന്നില്ല, ഒരാട് വന്നോളൂ ഗൈസ്. ആടിന് ശേഷം നമ്മൾ കയറ്റിട്ടുണ്ട് ഗൈസ്. ഇത് കിണ്ണം ഗെയിമാണ്. നിങ്ങളൊന്ന് കയറ്റി കളിച്ച് നോക്കണം ഗൈസ്. അത്രയ്ക്ക് കിടിലൻ കളിയാണ്. ഞാൻ അയ്യോ 69 രൂപയൊക്കെ നമുക്ക് സ്ക്രാച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് ഇനിയിപ്പം നെക്സ്റ്റ് റേസ് നമുക്ക് സുപ്ര എടുക്കാം ഗൈസ്. അടുത്ത റേസ് ഫസ്റ്റ് ബാക്ക് ഇറങ്ങണം. ചേഞ്ച് ചെയ്യണം.
സൂപ്പർ എടുക്കുക, ബാക്ക് എടുക്കുക, റേസ് നമ്മൾ നൈസായിട്ട് റൈസിന് കയറുന്നുണ്ട്. എന്താണ് ഈ വണ്ടി അടുത്തിട്ടൊന്ന് പോയി നോക്കാം. ഈ വണ്ടി എടുത്തിട്ട് നമുക്ക് റൈസ് ചെയ്ത് നോക്കാം. ഈ വണ്ടി വെച്ച് പറ്റുന്നുണ്ട് ഈ റൈസ്. നമ്മുടെ റൈസ് ഓഫ് റോഡ് റൈസാണ്. ഇപ്പം ഇതിൻ്റെ പവർ സൂപ്പറെ കൊണ്ടുവരുന്നെങ്കിൽ എൻ്റെ സൂപ്പറെല്ലാം കൂടെ മണ്ണ് പിടിച്ച് നശിച്ച് അവിടെ കളഞ്ഞാൽ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ എടുക്കാനുള്ള എൻ്റെ വണ്ടിയാണ്. ഗൈസ് ഫ്രണ്ടിയൊക്കെ ബഗ്ഗിയൊക്കെയാണ് ഗൈസ് പോണത്. നമ്മളൊക്കെ ഇന്നത് മീനന്മാരെയൊക്കെ സിമ്പിളായിട്ട് പൊട്ടിച്ചേറും. എല്ലാവരെക്കാട്ടിയും വില കൂടിയ വണ്ടിയാണ് എൻ്റെ ഏരിയയിൽ. നിർത്തടാ നിന്നെയൊക്കെ ഞാൻ ഇന്ന് പൊട്ടിച്ച് കയറണം. ആ ഒന്നാമനെയാണ് എൻ്റെ ലക്ഷ്യം ഗൈസ്. ഇവനായിരുന്നാണ് എൻ്റെ വിചാരം. നെല്ല് ഇത്തിരി പതുക്കെ പോകുമ്പോഴേ എന്തിനാണ് പോലെ ഇത്ര വെപ്രാളം. നീ ഇത്തിരി പതുക്കെ എന്ന് പറഞ്ഞ് ഒന്നും നിനക്ക് നഷ്ടപ്പെടായില്ലടാ. എടാ എൻ്റെ പോലത്തെ അതേ എൻ്റെ വണ്ടി ഫ്രണ്ടിൽ പോകുന്നു. ഇനി ഇവനെ കൂടെ എൻ്റെ പേരെന്താ ടെറി. ഇവ മുമ്പൊക്കെ നമ്മളെ റേസിലുണ്ടായിരുന്നു. 3ാം സ്ഥാനത്ത് കിടന്നവനാണ്. അതാ ഇപ്പം ചാടി കയറി ഇതേത് മൂലയ്ക്കുന്നത്. ഈ ചാടിങ്ങോട്ട് വരണോ നീ ഇല്ല. മക്കളെ വെപ്രാളം വേണ്ടേ. വെപ്രാളം വേവലാതിയൊന്നും ഒന്നിനും നല്ലതല്ല. ഞാൻ കയറണടാ നീ നീ എന്താ എന്നെ പൊട്ടിക്കാൻ നോക്കണോ. നീ ഇല്ലേ ഇവനെയും കൂടെ അങ്ങ് പൊട്ടിച്ച കറിയായി സുഖമായിട്ട് പോകും. ഇവനെ ഇടിച്ചങ്ങ് സൈഡിലോട്ട് മാറ്റിയിട്ടിട്ടാണ് പോവാൻ ഗേസ്. ഗേസ് നമ്മൾ ചെയ്തട്ടാ ടെറീനടിച്ച് മാറ്റിയെന്ന് വിചാരിക്കുമ്പോൾ തന്നെ പൊട്ട സൈഡിൽ നിന്ന് കയറി വരും. നീ ഇല്ലേ വല്ല നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഒരേപോലെയാണ്. അല്ല എൻ്റെ മോനെ ഇവൻ ഇടിച്ചിട്ട് കൊക്കയിലോട്ട് കളഞ്ഞാനിപ്പോൾ അവന് ഞാൻ കാണിച്ച് കൊടുക്കും ഗൈസ്. നിൽക്കണം നീരടാ എന്നെ ഇടിച്ച അവിടെ കടന്നു. അത്രയ്ക്ക് കൊള്ളൂലല്ലേ ഗൈസ്. നമ്മളത് നൈസായിട്ട് പൊക്കോണ്ടിരിക്കണത്. ഇവൻ ഈ ടെറക്കി തന്നിട്ട് തൂക്കിയടാണ്. ഞാൻ എന്താ സ്പീഡിന് വളച്ചങ്ങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടി നല്ല ചാടി അങ്ങ് പോയിട്ടുണ്ട്. നമ്മളിതാ നൈസായിട്ട് പതുക്കെ വളച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോനെ ഞാൻ എന്താ ഇതാണെന്ന് തോന്നുന്നു ഗൈസ് ഫിനിഷിങ്. യെസ് ഗൈസ് നമ്മൾ ഫസ്റ്റാണ് ഗൈസ്. രണ്ടാം ഗൈസ് ഫിനിഷ് 1. നമ്മൾ പോയതിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്തോളാം. ഓക്കെ ഗൈസ് നമ്മൾ നിൽക്കും. ഓൾവേസ് ഫസ്റ്റ്. നെക്സ്റ്റ് റേസ് എന്താണ് ഗൈസ് ഊളാണ്. പക്ഷെ വണ്ടാരം പിടിച്ച് ആടിഞ്ഞ് വരാൻ കണ്ട സമയമേ നമുക്ക് നൈസായിട്ട് നമ്മൾ 10ാമത്തെ ലെവലാണ് ഗൈസ്. ഈ വണ്ടിയും കൊണ്ട് പോവാം. നമ്മളിതാ ഈ വണ്ടിയും കൊണ്ടേ പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ സൂപ്പർ എടുക്കാം എന്തായാലും. രണ്ടും കൽപ്പിച്ച് നമ്മൾ നമ്മുടെ സൂപ്പറൈം എടുത്ത് പറക്കാൻ പോവുകയാണ് റേസിൽ കൂടി. നമ്മൾ സൂപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. എന്താ മോനെ സൂപ്പർ കിണ്ണ വണ്ടിയാണ്. എന്തൊക്കെ റേസിൽ നമ്മുടെ ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് എനിക്കൊരു ഐഡിയയും ഇല്ല. ഗൈസ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യണം. ഗൈസ് റിവൈൻഡ് അടിക്കുന്നു. യെസ് അവളതാ പെട്ടെന്ന് തന്നെ ഈ വണ്ടിയും കൊണ്ട് ഞാൻ അവനെ പൊട്ടിച്ചേറാൻ നോക്കണം. യെസ് നമ്മുടെ ഫ്രണ്ടിലുള്ള 3 എണ്ണത്തിനെയും പൊട്ടിച്ചാൽ എനിക്ക് ഫ്രണ്ടിൽ കയറാം. ഫോർച്യൂണറുകാരന് കയറി വരാൻ കണ്ട സമയമേ ഇത്തിരി മാറുന്നില്ല മോനെ. ഈ കുറച്ച് സമയം ഞാൻ പോക്കോട്ടെ മോനെ ഫ്രണ്ടിൽ. 2 മിനിറ്റേ പോകുള്ളൂ. അത് തന്നെ നീ പൊക്കോ. പിന്നെ ആരും ഇടുന്നതിന് നിന്നെ കയറ്റി. അത് കേസ് നമുക്ക് ഒന്നും കൂടെ റിവെഞ്ച് അടിച്ചിട്ട് പോകാം. ഗെയിമുകാർ എവിടെയെങ്കിലും പോയി ഞാൻ ഇടിക്കാൻ കണ്ട അപ്പം റിവെഞ്ച് അടിച്ചിരിക്കും. ഗൈസ് ഇവന്മാരെന്നെ ഇടിച്ച് തെറപ്പിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ റൈസ് ജയിച്ച് കഴിഞ്ഞിട്ട് തീരും ഗൈസ്. നമ്മളതാ
നൈസായിട്ട് തന്നെ പോകണ ഗൈസ്. ജെറ്റ് പറക്കണം. നീ ആരെന്നാണ് നിൻ്റെ വിചാരം? ഫ്രണ്ടിൽ പോണത്, ഫ്രണ്ടിൽ പോണ വണ്ടിയുടെ വിചാരം എന്ന് പറഞ്ഞാൽ അവനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സിംഗം ഒന്ന്. എൻ്റെ അത്രയൊന്നും വരില്ലടാ നീ. സിംഗം സിംഗം ടാ 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 ടാ. സെക്കൻഡ് ഗൈസ്, ഫാൽക്കൺ സെക്കൻഡ് ആയിപ്പോയി. ഈ വണ്ടി